പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഒരു മൂലകമാണ് ഹൈഡ്രജൻ. ഈ ഹൈഡ്രജനെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറി കാവൻഡിഷ്. 1766 ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ കണ്ടുപിടിച്ചത്. കത്തുന്ന വാതകം എന്ന പേരിലായിരുന്നു ആദ്യ കാലങ്ങളിൽ ഹെൻറി കാവൻഡിഷ് ഹൈഡ്രജനെ വിളിച്ചത്. എന്നാൽ ഹൈഡ്രജന് ആ പേര് നൽകിയ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അതാണ് ആന്റോണിയോ ലാവോസിയർ. ഹൈഡ്രജന്റെ നിർമ്മാണ പ്രക്രിയ ആയിരുന്നു ചോദിച്ചാൽ അത് ബോഷ് പ്രക്രിയ. അതുപോലെ തന്നെ വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു മൂലകം കൂടിയാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഈ വനസ്പതിയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രജനേഷൻ. ജലത്തിന്റെ രൂപാന്തരണത്തിന് കാരണമാകുന്ന ഒരു മൂലകം കൂടിയാണ് ഈ ഹൈഡ്രജൻ. കൂടാതെ ലോഹീയ സ്വഭാവം കാണിക്കുന്ന ഒരു അലോഹം കൂടിയാണ് ഹൈഡ്രജൻ. തുറന്ന പുസ്തകത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. എന്നാൽ ചീഞ്ഞ മുട്ടയിൽ കാണപ്പെടുന്നത് ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ഒരു മൂലകം കൂടിയാണ് ഈ ഹൈഡ്രജൻ. കൂടാതെ നക്ഷത്രങ്ങളിലും സൂര്യനിലും ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഈ ഹൈഡ്രജനെ പറയാം.